ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് മസാല ബ്രെഡും ചപ്പാത്തിയും മിക്സ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉരുളി വെച്ച് അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ടൊന്ന് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി അതൊന്ന് സ്വല്പം ഒന്ന് വാടി. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കോ അത് ഞാൻ നീളത്തിലാണ് അരിഞ്ഞത്. ഒരു 3-4 ബീൻസ് കൂടെ, ആ ബീൻസ് ഞാൻ അതൊന്ന് കീറി നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ഇച്ചിരി പച്ചപ്പ് പോയാൽ മതി, ഒത്തിരി ഒന്ന് വാടി വരുമൊന്നും വേണ്ട. ഞാൻ സ്വല്പം നേരം ഒന്ന് അടച്ചു കൊടുത്തായിരുന്നു. അടച്ചു കൊടുത്തതിന് ശേഷം പച്ചക്കറികളെല്ലാം ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പിഞ്ച് ഗരം മസാല, അതെല്ലാം കൂടി ഇട്ട് അതിൻ്റെ മസാലകളുടെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ആ മസാലകളൊക്കെ ഒന്ന് ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ നടുക്കൊരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഞാനൊരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ആ മുട്ടയുടെ മുകളിൽ ഒരു ഇച്ചിരി ഉപ്പ് വിതറിയതിന് ശേഷം ഇത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ മുകളിലത്തെ ലിക്വിഡൊക്കെ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. ആ മുട്ട ഞാനൊന്ന് മഞ്ഞക്കറി ഒന്ന് പൊട്ടിച്ച് ഒന്ന് കലക്കി ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് വെച്ചത്. എന്നിട്ട് അത് അടച്ചു കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞോണ്ടേ മുട്ടയുടെയൊക്കെ ആ വെള്ളമൊക്കെ വറ്റി വന്നോണ്ടേ അതൊന്ന് ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. മുട്ട ഇച്ചിരി ഒന്ന് അടുക്കി പിടിച്ചതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നീളത്തിലരിഞ്ഞ് ബ്രെഡും ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ചേർത്തിട്ട് 2 സ്പാച്ചിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബ്രെഡ് ചപ്പാത്തി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ നോക്കിയപ്പോഴേ കുരുമുളക് പൊടി തീർന്നിരിക്കുമായിരുന്നു. അപ്പം കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു, അത് ഞാനെല്ലാം എടുത്തൊന്ന് പാറ്റി പറക്കി അതിൻ്റെ അകത്ത് ഈ കൊന്തൊക്കെ ഇച്ചിരി കാണുമല്ലേ, അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി അതൊന്ന് ഇച്ചിരി ഒന്ന് ചൂടാക്കിയിട്ട് തണുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി തരുന്ന ആൻറ്റി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ചപ്പാത്തിയുടെ അടിക്ക് ഉച്ചയ്ക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു. പിന്നെ ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു, അത് ഇനി നാളെ അച്ചാർ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെച്ച് എന്നിട്ട് ഞാൻ കുരുമുളക് ഒന്ന് ചൂടാക്കിയാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് കാബേജ് തോരനാണ് വെക്കുന്നത്. അതിന് വേണ്ടി ഞാൻ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് എന്നിട്ട് എണ്ണ ഒഴിച്ച് ഇന്ന് ഇച്ചിരി കടുക് ഉഴുന്ന് പരിപ്പ് ഇട്ടേ എന്നിട്ട് തേങ്ങ സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് കാബേജ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ചപ്പാത്തിയും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ അന്നേരമാണ് സൊസൈറ്റിയിലെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത്, നാളെ 10 മണി തൊട്ട് 6 മണി വരെ നമുക്ക് പൈപ്പ് ലൈൻ ഗ്യാസാണ്, എന്തോ മേജർ പ്രോബ്ലമാണ്, അതുകൊണ്ട് ഇല്ലയെന്നും പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എന്നാൽ മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് വെട്ടിക്കഴുകി കറി വെക്കാം, മോരുകറിയും വെക്കാമെന്നും പറഞ്ഞു. ആവോലി മീനായിരുന്നു, അത് കുറച്ച് എടുത്ത് മസാലയും പുരട്ടി വെച്ച് കുറച്ച് കറി വയ്ക്കാനും എടുത്ത് എന്നിട്ട് മോരുകറിയും കൂടെ വെക്കാം. അപ്പം നാളെ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിന് ചോറൊക്കെ രാവിലെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ടേ.